അശ്വിൻ, ഇന്ന് മുഖ്യമന്ത്രി നല്ല ഫോമിലായിരുന്നു, പ്രത്യേകിച്ച് ജി സുധാകരനെ പരിഹസിക്കുന്നതിൽ. മാത്രമല്ല, നല്ല വിമർശനം, കടുത്ത വിമർശനമാണ് അദ്ദേഹം അമ്പലപ്പുഴയിൽ അഴിച്ചുവിട്ടതും. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ പതിവ് വാർത്താ സമ്മേളനം 10 മണിക്ക് ഹരിപ്പാടുണ്ടായിരുന്നു. അവിടെ ഏകദേശം 40 മിനിറ്റ് നീണ്ടുവന്ന വാർത്താ സമ്മേളനം. അതിൽ ബഹുഭൂരിപക്ഷം സമയവും സുധാകരനെതിരായ വിമർശനങ്ങൾ ഉന്നയിക്കാനാണ് മുഖ്യമന്ത്രി സമയം കണ്ടെടുത്തത്. അതിനുശേഷം വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് അമ്പലപ്പുഴയിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. അതിലും ജി സുധാകരനെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രസംഗത്തിന്റെ ഏറ്റവും അവസാനമാണ് അവസരവാദ നിലപാടുകാരനാണ് ജി സുധാകരൻ എന്ന പരാമർശം നടത്തിയിരിക്കുന്നത്. ഒരു പ്രസംഗത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും ജി സുധാകരന്റെ പേരെടുത്തു പറയാതിരിക്കാൻ മുഖ്യമന്ത്രി പ്രത്യേകം ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമ്പലപ്പുഴയിൽ UDFന്റെ പിന്തുണയോടെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി അവസരവാദ നിലപാടുകാരൻ എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്തായാലും പേര് ആ പ്രസംഗത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അവസരവാദ നിലപാട് സ്വീകരിച്ചയാൾ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക്, ചരിത്രത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് താഴ്ന്നു പോവുകയല്ലാതെ മറ്റൊന്നും സംഭവിക്കാനില്ല എന്നുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പ്രസംഗത്തിന്റെ അവസാനം പറയുന്നുണ്ട്. എന്തായാലും ഇക്കാലം അത്രയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ജി സുധാകരൻ മുഖ്യമന്ത്രിയും തമ്മിലുള്ള പല വാഗ്വാദങ്ങളും കണ്ടിരുന്നു. അത് പലപ്പോഴും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ചെറ്റത്തരം, രാഷ്ട്രീയ ചെറ്റത്തരം എന്ന പരാമർശമൊക്കെ ഉണ്ടാകുമ്പോഴും അതിനെയും കണക്കറ്റ് വിമർശിച്ച് മറുപടി പറയുന്നുണ്ടായിരുന്നു ജി സുധാകരൻ. പക്ഷേ ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിലത്തെ വിമർശനത്തിന് മറുപടി ഉണ്ടോ എന്ന് ജി സുധാകരനെ വിളിക്കുമ്പോൾ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഏതെങ്കിലും പ്രസംഗത്തിലായിരിക്കും, ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് വേദികളിലെ പ്രസംഗത്തിലായിരിക്കും മുഖ്യമന്ത്രിക്കുള്ള മറുപടി ഉണ്ടെങ്കിൽ തന്നെ ജി സുധാകരൻ അത് പറയുക. എന്തായാലും കൃത്യമായ രാഷ്ട്രീയ പോരിലേക്ക് തന്നെ മുഖ്യമന്ത്രിയും ജി സുധാകരനും എന്നതിനപ്പുറത്തേക്ക് പാർട്ടിയും ജി സുധാകരനും മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജി സുധാകരൻ തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ കൃത്യമായി രാഷ്ട്രീയം പറയുന്നുണ്ട്. CPM-നെ കണക്കറ്റ് വിമർശിക്കുന്നുണ്ട്. മറിച്ച് CPM വേദികളിലും അത് നടക്കുന്നുണ്ട്. എന്തായാലും അവസാന മണിക്കൂറുകളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം പോകുമ്പോൾ കടുത്ത പോരിലേക്ക് സുധാകരനും പാർട്ടിയും നീങ്ങുകയാണ്. താങ്ക് യു. അമ്പലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാടിയാണ് നമുക്കൊപ്പം ചേർന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.